നമ്മൾ ഇന്ന് ആശാലി അരി കൊണ്ട് നല്ലൊരു ലഡുവാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അത് നമുക്ക് ഡെയിലി ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ കർക്കിടക മാസം തന്നെയല്ല എല്ലാ സമയത്തും വളരെ ഹെൽത്തി കിട്ടുന്നതാണ്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ മുടി വളർച്ചയ്ക്കും രക്തം വെക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ തടി കുറയാനും ഷുഗർ പേഷ്യൻസിനും ഒക്കെ വളരെയധികം നല്ലൊരു സ്നാക്സാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ആശാലി കൊണ്ട് നമുക്കൊരു ലഡു തയ്യാറാക്കാം. നമ്മളൊരു കപ്പ് ആശാലി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ആശാലി അരി എന്നാണ് പറയാം. അപ്പോൾ നമ്മളിത് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ജെൽ ടൈപ്പ് പോലെയാവും. അപ്പോൾ നമ്മളിത് നല്ലോണം ഉണക്കി വെക്കുന്നതാണ് ആശാലി അരി. പിന്നെ നമ്മൾ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. പിന്നെ ഉണക്കമുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പിസ്ത, ബദാം, ഇത് മത്തങ്ങേര സീഡ്, ഇത് സൺഫ്ലവർ സീഡ്. പിന്നെ ഒരു കപ്പ് നാളികേരം ചെരുവേത്. ശർക്കര നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് മധുരം അനുസരിച്ച് ചേർക്കാം. അപ്പം ഞാൻ നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ആശാലി ചൂടാക്കിയെടുക്കാം. ചെറുതീയിൽ ഇട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. പെട്ടെന്ന് ആശാലി പൊട്ടി വരും. അപ്പം നമ്മൾ ചെറിയ തീയിലിട്ട് ചൂടാക്കാം. പെട്ടെന്ന് അത് പൊട്ടും. എന്നിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ കർക്കിടക മാസത്തിൽ നിന്നല്ല ഏത് സമയത്തും നമുക്ക് ആശാലി അരിയുടെ ലഡു തയ്യാറാക്കി ഓരോ ദിവസം ഓരോന്നായിട്ട് കഴിക്കാം. അപ്പം ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും ആശാലി. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിയിൽ നല്ല കട്ടിയുള്ള ചീഞ്ചട്ടിയാണല്ലോ, അപ്പം അതിൽ വെച്ചിട്ട് തന്നെ ഇത് ചൂടായിക്കോളും. ഇതിപ്പോൾ നമ്മൾ മരുന്നിറച്ചിയിലൊക്കെ ചേർക്കുന്നതാണ്. നമ്മൾ ആട്ടിറച്ചി കൊണ്ട് മരുന്നിറച്ചിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ആശാലി പൊടിച്ച് ചേർക്കുന്നതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് കോരാം. ലഡു കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇതൊന്ന് നെയ്യിലിട്ട് ഉണക്കമുന്തിരി അതുപോലെ ഒന്ന് ഉരുണ്ട് വന്നാൽ മതി. അപ്പം അത് ഓക്കെ ഉണ്ട്. അപ്പം നമുക്കിത് എടുക്കാം. കാഷ്യൂനട്ടും ബദാമും ഒക്കെ ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മൾ കാഷ്യൂനട്ട് ചേർക്കാം. അതൊന്ന് കളറ് മാറി വരുമ്പോൾ എടുക്കാം. കാഷ്യൂനട്ട് ആക്കിയതിന് നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ തന്നെ പിസ്തയും കൂടി ഒന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം നല്ലോണം ചോക്ക വറക്കണം. നെയ്യ് ഞാൻ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരിയിടുക. ഇങ്ങനെ വറുത്തിട്ട് ചേർക്കുമ്പോൾ ലഡു എത്ര കാലം വേണമെങ്കിൽ ഇരുന്നോളും, ഒരിക്കലും കേടു വരില്ല. അപ്പം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഇത് നമ്മുടെ സൺഫ്ലവർ സീഡാണ്, ഇത് മത്തൻ്റെ കുരു, ബദാം, ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റാം. ആശാലി ചൂടൊക്കെ ഒന്ന് ആറിയുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് നൈസാവണ്ട, അതുപോലെ പൊടിച്ചു കൊണ്ടുവരാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. വല്ലാണ്ട് നൈസാവരുത്. സൺഫ്ലവർ സീഡും മത്തങ്ങയുടെ കുരും ബദാമും കൂടി ഉള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് നമ്മുടെ ശർക്കര നീര് ചേർക്കാം. അതൊന്ന് കുറുകി വരണം. ഒരു നമ്മൾ പറയില്ല ഒരു നൂല് പാകം എന്നൊക്കെ പറയില്ല, ആ ഒരു പാകത്തിലായിട്ട് വേണം നമ്മൾ ലഡു തയ്യാറാക്കാനായിട്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. എനിക്ക് മധുരം ഇഷ്ടമായ കാരണമാണ് ഞാൻ കുറച്ചധികം ചേർത്തുള്ളത്. ഇപ്പം നമ്മൾ നട്ട്സൊക്കെ പൊടിച്ചു കൊണ്ടുവന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചാൽ മതി, വല്ലാണ്ട് നൈസായിട്ട് പൊടിയാവണ്ട. ഒരു നൂല് പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമുക്ക് നാളികേരം വറുത്ത് വെച്ചത് ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നട്ട്സ് പൊടിച്ചത് ചേർക്കാം. പിന്നെ നമ്മൾ ആശാളി പൊടിച്ചത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ കാഷ്യൂനട്ട്, പിസ്ത, അതുപോലെ തന്നെ നമ്മൾ ഉണക്കമുന്തിരി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലൊരു ചെറിയ ബോൾസായിട്ട് ഉരുട്ടാം. നമുക്ക് നെയ്യെടുത്ത് 2 കയ്യുമ്മലും ഒന്ന് തുടയ്ക്കാം. ചെറിയൊരു ചൂടുണ്ടാവും. ചൂട്ടിൽ പിടിച്ചാലേ ലഡു കിട്ടുള്ളൂ. പരട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നെയ്യ് ഇതിൽ ചേർക്കാം. കയ്യൊന്നിലൊന്ന് പരട്ടി
ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് വയ്ക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണിത്. നമുക്ക് കർക്കിടക മാസം അത് ഏത് മാസത്തിലായാലും ഇത് നമുക്ക് കഴിക്കുക. ഇത് എത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതിരിക്കുകയും ചെയ്യും. യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ആശാളി അരിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, വളരെയധികം പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ അനീമിയ മാറാനും ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആശാളി കൊണ്ട് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്സ് പോലെ ലഡു ഉണ്ടാക്കി ഡെയിലി ഓരോന്ന് കഴിക്കാം.